Yes, 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 yes. Manchester United 3, Arsenal 2. I repeat, Manchester United 3, Arsenal 2. അങ്ങനെ മൈക്കിൾ കാരിക്കിൻ്റെ അണ്ടറിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിജയത്തിൻ്റെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഉഫ്, വാട്ട് എ ഗെയിം. നമ്മുടെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു റിക്വസ്റ്റ് ഉണ്ട്. നമ്മുടെ ഈ വിജയത്തിന് വേണ്ടിയിട്ട്, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഈ അത്യുജ്വല വിജയത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് എൻ്റെ ഈ വീഡിയോയ്ക്ക് നിങ്ങളെല്ലാവരും ഒരു ലൈക്ക് തരണം എന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ഓക്കെ, ആൻഡ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത നിങ്ങൾ ആരെങ്കിലും വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഓൺ ടു ദ ഷോ. ഗെയിമിൻ്റെ ഒരു നട്ട്ഷെൽ പറയാം. ഫസ്റ്റ് ഒരു 20-25 മിനിറ്റ്സ് മൊത്തം ആർസണലായിരുന്നു. പിന്നെ അതിനുശേഷം 29th മിനിറ്റിൽ ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഓൺ ഗോളിൽ ആർസണൽ മുന്നിലെത്തുന്നു. കൃത്യം 7 മിനിറ്റിനുള്ളിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തിരിച്ചടിക്കുകയാണ്. നമുക്ക് വീണ് കിട്ടിയ അവസരം, സുബിമെൻഡിയുടെ ബാക്ക് പാസ് നേരെ പോകുന്നത് എംബൂമോ അവിടുന്ന് ഗോൾ സ്കോർ ചെയ്യുന്നു. പിന്നീട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കളിയിലേക്ക് തിരിച്ചു വരുന്നു. ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റ് ചെയ്യുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് കയറി. വി ആർ സ്റ്റിൽ ഇൻ ദ ഗെയിം. അങ്ങനെ 50th മിനിറ്റ് ആയപ്പോൾ ഒരു ഡോർഗു റോക്കറ്റ്, അതിലൂടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മുന്നിലെത്തി ഒരുവിധം കളി നമ്മൾ ജയിക്കും എന്നുള്ള അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതാ വരുന്നു മെറീനോ, കോർണറിൽ നിന്ന് മെറീനോ സ്കോർ ചെയ്യുന്ന ഗോൾ. അപ്പോൾ വീണ്ടും നമ്മൾ എന്താ പറയുക, പ്രതീക്ഷ അറ്റ് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ എന്ത് സംഭവിക്കാം? ആർസണൽ ആയതുകൊണ്ട് അവർ തിരിച്ചടിച്ച് കയറി വരുമെന്ന് വിചാരിച്ചു. ആൻഡ് വീണ്ടും നമ്മൾ തിരിച്ചടിക്കുകയാണ്. ഒരു 3 മിനിറ്റിനുള്ളിൽ വീണ്ടും തിരിച്ചടിച്ച് മത്തിയാസ് കുഞ്ഞയുടെ ആ ഗോൾ, വാട്ട് എ സൂപ്പർബ് ഗോൾ. അതിലൂടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഗോൾ സ്കോർ ചെയ്യുന്നു ആൻഡ് വി വിൻ ദ ഗെയിം. ഈ കളീനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ ആർസണൽ ഇത്ര നാളും പറഞ്ഞുകൊണ്ടിരുന്ന പറഞ്ഞാൽ അവരുടെ 2025 ടീം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ 2008 ടീമിനെ തോപ്പിക്കും എന്നുള്ള ഇതിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. യു കാൻഡ് ഈവൻ ഡിഫീറ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്സ് 2025-26 ടീം. ഈ ടീമിനെ തോപ്പിക്കാൻ പറ്റാതെ നിങ്ങളാണോ 2008 മാന്യുവിനെ തോപ്പിക്കാൻ നടക്കുന്നത്? കൊടുത്തു പണി, നല്ല 8ന്റെ പണി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആർസണലിൽ കൊടുത്തിട്ടുണ്ട്. അവരുടെ സ്റ്റേഡിയത്തിൽ പോയിട്ട് എമിറേറ്റ്സ് കത്തിച്ചു, എമിറേറ്റ്സ് ചുട്ട് ചാമ്പലാക്കിയിട്ടുണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. സോ ഈ ഗെയിം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, നമ്മൾ ആർസണലിന് അവരുടെ ഈ സീസണിൽ എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ കൊടുക്കുന്ന ആദ്യത്തെ തോൽവിയാണ്, അവർ നേടുന്ന ആദ്യത്തെ തോൽവിയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സമ്മാനിക്കുന്നത്. അതും എന്താ പറയുക, അതും അവരെ നശിപ്പിച്ച് കളഞ്ഞിട്ടാണ് നമ്മൾ എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ നമ്മൾ തിരിച്ചു വരുന്നത്. സോ വീണ്ടും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 4th പൊസിഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിനു മുമ്പ് നമ്മൾ May 2023 സീസണിലാണ് ഇതിനു മുമ്പ് 4th പൊസിഷനിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പം അത് കഴിഞ്ഞ 2 സീസണിലൊന്നും നമ്മൾ 4th പൊസിഷനിലേക്ക് വന്നിട്ടില്ല. അങ്ങനെ നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ് കാരിക്കിൻ്റെ അണ്ടറിൽ. സോ ഈ ഗെയിമിനെ കുറിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കഴിഞ്ഞ ഗെയിമിൽ കളിച്ച സെയിം സ്റ്റാർട്ടിംഗ് 11 തന്നെയാണ് മൈക്കിൾ കാരിക്ക് ഈ ഗെയിമിലും പരീക്ഷിച്ചത്. ആൻഡ് അതിനുള്ള റിസൾട്ട് വന്നു. നമ്മൾ കഴിഞ്ഞ കോച്ചിൻ്റെ അണ്ടറിൽ, അമർമിൻ്റെ അണ്ടറിൽ പലപ്പോഴും പറയപ്പെട്ടിരുന്ന കാര്യമാണ്, നമ്മൾ വിന്നിങ് കോമ്പിനേഷൻസ് പരീക്ഷിക്കുന്നില്ല, വിന്നിങ് ടീമിനെ കീപ്പ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു എന്താ പറയുക എന്നുള്ള കാര്യം ഫാൻസ് പല ആൾക്കാരും പറയുന്നുണ്ടായിരുന്നു. നമ്മളൊരു നല്ല കളി കളിച്ചിട്ട് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ടീമിനെ കാണാറില്ല, വേറെ പരീക്ഷണങ്ങളാണ്. ഫുൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് അമറും ടീമിനെ കൊണ്ടുപോയത്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് മൈക്കിൾ കാരിക്ക് സെയിം ടീമിനെ പരീക്ഷിച്ചു. ആൻഡ് അതോടുകൂടി ടീമിലുള്ള ആൾക്കാർക്ക് ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളൊരു ടീമിനെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചില മൂവ്മെൻറ്റ്സ്, ചില റൺസ് ഒക്കെ കറക്റ്റായിട്ട് പിക്ക് ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും പ്ലെയേഴ്സിന് സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. സോ ആദ്യത്തെ ഒരു 30 മിനിറ്റ്സിൽ അവർ ഗോൾ സ്കോർ ചെയ്യുന്നത് വരെ ആർസണൽ നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരുന്നെങ്കിൽ പോലും നമ്മുടെ ആ ഒരു എന്താ പറയുക സെറ്റപ്പ് വിട്ടിട്ടില്ല, നമ്മൾ പാനിക് ആയിട്ടില്ല. പക്ഷേ വി വെയർ ലൈക്ക് സ്റ്റിൽ ഇൻ ദ ഗെയിം. നമ്മളത് ഹോൾഡ് ചെയ്ത് കുഴപ്പമില്ല, അവരെ കളിക്കാനായിട്ട് വിട്ട് നമ്മൾ അടിപതറിയോ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. നമ്മൾ ഗെയിമിൽ തന്നെ ഉണ്ടായിരുന്നു. അവർ സ്കോർ ചെയ്തതിന് ശേഷം നമ്മൾ ഉണർന്ന് കളിക്കാൻ തുടങ്ങി. അവിടെ നിന്നാണ് നമ്മൾ ഗോൾ സ്കോർ ചെയ്തത്. അപ്പം ഈ 2 ഗോൾ, അതായത് ആർസണലിൽ നേടിയ ഗോളുകൾക്ക് നമ്മൾ തിരിച്ചടി കൊടുത്തുകൊണ്ടിരുന്നു. ഫസ്റ്റ് അവർ 30 മിനിറ്റ്സിൽ സ്കോർ ചെയ്തപ്പോൾ കൃത്യം 7 മിനിറ്റിനുള്ളിൽ നമ്മൾ തിരിച്ചടി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ 2-1 ലീഡ് ചെയ്യുന്ന സമയത്ത് അവർ ഈക്വലൈസർ നേടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും തിരിച്ചടിച്ചു.
അത് ഒട്ടും അവർ അടിച്ച ഗോളുകൾക്ക് എല്ലാം നമുക്ക് ഉത്തരം കൊടുത്തുകൊണ്ടിരുന്നു. അത് തന്നെയാണ് ഈ ഗെയിമിൻ്റെ വിജയവും. പിന്നെ ഈ ഗെയിമിനെ കുറിച്ചിട്ടുള്ള പെർഫോമൻസസ്, ഇൻഡിവിജ്വൽ പെർഫോമൻസസ് നോക്കിക്കഴിഞ്ഞിരുന്നാൽ ഡോർഗു രണ്ടാമത്തെ ഗെയിമിൽ അടുപ്പിച്ച് സ്കോർ ചെയ്യുന്നു. പിന്നെ അതിനുശേഷം എംബൂമോയും അതേപോലെ തന്നെ രണ്ടാമത്തെ ഗെയിമിൽ സ്കോർ ചെയ്യുന്നു. അപ്പം മാർക്കസ് റാഷ്ഫോർഡിന് ശേഷമാണ്, റാഷ്ഫോർഡ് എനിക്കൊന്ന് 22 സീസണിലോ മറ്റോ ആണ് അടുപ്പിച്ച് സിറ്റി, ആർസനൽ, ലിവർപൂൾ ഈ ടീമുകൾക്കെതിരെ ഒരു സീസണിൽ സ്കോർ ചെയ്യുന്നത് എംബൂമയാണ് ആഫ്റ്റർ മാർക്കസ് റാഷ്ഫോർഡ്. അപ്പം അങ്ങനത്തെ ഒരു ഇതുണ്ട്. സോ എംബൂമോ ഗോൾ സ്കോർ ചെയ്തത് ലൈക്ക് ഗുഡ് പെർഫോമൻസ്. ഡോർഗു അതേപോലെ തന്നെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു. കഴിഞ്ഞ ഗെയിമിനെ കാട്ടി ഒരു ഇച്ചിരി ഒന്ന് ഇതായിരുന്നെങ്കിൽ പോലും ബട്ട് ഹി വാസ് ദെയർ എവ്രിവെയർ. അപ്പോൾ ഫ്രണ്ട് ഡോർഗു കളിക്കുമ്പോൾ ഉള്ള ആക്രമണം നമ്മൾ ഇപ്പോൾ കണ്ടിട്ടുണ്ട്. സോ വി നോ വാട്ട് ഈസ് കേപ്പബിൾ ഓഫ്. അപ്പോൾ ഇത്ര നാളും ഡോർഗുവിനെ കുറിച്ചിട്ട് പറഞ്ഞുകൊണ്ടിരുന്നതിനെ ഒക്കെ വിപരീതമായിട്ട് മാറ്റി എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഡോർഗു. പിന്നെ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ബ്രൂണോയ്ക്ക് ഫ്രീഡം കൊടുത്തു കഴിഞ്ഞിരുന്നാൽ ബ്രൂണോ എന്താകും എന്ന് ലോകത്തിന് അറിയാവുന്ന കാര്യമാണ്. സോ ദാറ്റ് ഇസ് വാട്ട് ഈസ് ഹാപ്പനിങ് റൈറ്റ് നൗ. ആഫ്റ്റർ എമറൻ എന്താ പറയുക, ക്യാരിക്ക് ബ്രൂണോനെ തുറന്നു വിട്ടിരിക്കുകയാണ്. സോ എന്നിരുന്നാൽ പോലും ബ്രൂണോ പൊസിഷൻസിലില്ലാത്തയോ അല്ലെങ്കിൽ തോന്നിയ രീതിയിലുള്ള കളിയൊന്നുമല്ല. ഹീസ് ദെയർ പ്രസ്സിങ്ങിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ ബ്രൂണോ ഉണ്ട്. ആൻഡ് വൺ തിങ് അബൌട്ട് പ്രസ്സിങ്ങിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ അത്യാവശ്യം പ്രസ് ചെയ്തു, നമ്മൾ എപ്പോഴും അല്ല പ്രസ് ചെയ്ത്, ആവശ്യമുള്ള സമയത്ത് പ്ലെയേഴ്സ് നല്ല രീതിയിൽ പ്രസ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതങ്ങനെയാണ് നമുക്ക് ഫസ്റ്റ് ഗോൾ കിട്ടുന്നത്. എംബൂമോയുടെ ഗോൾ എന്ന് പറഞ്ഞാൽ പ്രസ്സിങ്ങിലൂടെയാണ് നമുക്ക് ആ ഒരു ഗോള് കിട്ടുന്നത് തന്നെ. സോ നമ്മൾ എപ്പോഴും പോയി പ്രസ് ചെയ്തിട്ടില്ല. വെനെവർ ഇറ്റ് വാസ് റിക്വയർഡ് കറക്റ്റായിട്ട് പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ പെർഫോമൻസസിൻ്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, മെഗ്വയർ ആൻഡ് ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു ഓൺ ഗോൾ വരുന്നത് അതൊരു എന്താ പറയുക ഒരു മിസ്റ്റേക്ക് ആണ്, ചെറിയൊരു മിസ്റ്റേക്ക്. പക്ഷേ അത് കാരണം അത്രയും പ്രഷറിൽ ആ ഒരു പ്ലെയറിനുമായിട്ട് നിൽക്കുന്ന സമയത്ത് ടൈമിങ്ങിൽ അങ്ങനെ സംഭവിച്ചു പോയതാണ്. പക്ഷേ അതിനപ്പുറം അത് കഴിഞ്ഞിട്ടുള്ള സമയത്താണെങ്കിൽ ഇവരുടെ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ ഉരുക്ക് കോട്ട തന്നെ തീർത്തു. അവർക്ക് അധികം നമ്മുടെ ഗോളിനെ പരീക്ഷിക്കാനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അവരെപ്പോഴും ഈ കോർണർ കിക്കുകളിലൂടെ തന്നെയാണ് ഗോൾ സ്കോർ ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നതും അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എല്ലായ്പ്പോഴും നമ്മൾ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഡിഫൻസിൻ്റെ കാര്യത്തിൽ എടുത്തു പറയാനായിട്ട് ലിസാൻഡ്രോ മാർട്ടിനസും മെഗ്വയറും ഉണ്ട്. പക്ഷേ സ്പെഷ്യൽ മെൻഷൻ ടു ആർ ഗോൾ കീപ്പർ സെനി ലാമൻസ്. എന്ത് കോൺഫിഡൻ്റ് ആയിട്ടാണ് ആ പ്ലെയർ നമുക്ക് വേണ്ടിയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയോ അവർക്ക് എത്രയോ കോർണേഴ്സ് കിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ടോട്ടൽ 9 കോർണർ കിട്ടി. 9 കോർണറിലും മിക്ക കോർണേഴ്സും സെനി ലാമൻസ് തട്ടിയകറ്റുകയാണ് ചെയ്തത്. ആ പൊസിഷനിൽ നിന്ന് വന്നിട്ട് ഫ്രണ്ടിലോട്ട് വന്നിട്ട് പുഷ് ചെയ്ത് കളയുന്ന രീതിയിലാണ് ലാമൻസ് ചെയ്തത്. അപ്പം സോ ഹി ഹാഡ് എ ബ്യൂട്ടിഫുൾ പെർഫോമൻസ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെനി ലാമൻസിനും മെയ്നൂനും നല്ല ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചാൽ മാത്രമേ നമുക്ക് ഈ കളിയിൽ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞു. ആൻഡ് മൈ ഗോഡ്, ലാമൻസ് ലിവ്ഡ് അപ് ടു ദ എക്സ്പെക്ടേഷൻസ്, ലിവ് അപ് ടു ദ ഗെയിം. അത്രയും രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്തു ലാമൻസിൻ്റെ. ഇപ്പോൾ പൊസിഷൻ സ്റ്റാറ്റ്സ് നോക്കിക്കഴിഞ്ഞിരുന്നാൽ ആർസനൽ 57, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 43. അപ്പം നമുക്കെന്ന് പറഞ്ഞാൽ വലിയ ഡിഫറൻസ് ഇല്ല. കഴിഞ്ഞ കളിയിൽ സിറ്റി ആയിട്ടുള്ള രീതിയിലുള്ള പൊസിഷൻ ഡിഫറൻസ് ഈ കളിയിൽ ഉണ്ടായിരുന്നില്ല. വി വെർ ഓൾസോ ത്രൂ ഔട്ട് ദ ഗെയിം. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞാൽ ദ ബെസ്റ്റ് ടീം വൺ, അല്ലാതെ ആർസനൽ ആയിരുന്നില്ല ഈ ഗെയിമിലുള്ള ബെസ്റ്റ് ടീം. അവർ ആദ്യത്തെ ഒരു 20-25 മിനിറ്റ്സിൽ ഉള്ള ബെസ്റ്റ് ടീം മാത്രമായിരുന്നു. അത് കഴിഞ്ഞിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തന്നെയാണ് കളി നിയന്ത്രിച്ചു കൊണ്ടുപോയത്. ആർസനലിൻ്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ അവരുടെ ഫോർവേഡ്സ് തിളങ്ങാത്തത് അവർക്ക് ഏറ്റവും അടിയായിട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഗ്യോക്കറസ് സ്കോർ ചെയ്യുന്നില്ല. ഗ്യോക്കറസ് നോൺ പെനൽറ്റി ഗോൾസ് എനിക്ക് തോന്നുന്നു 10-11 ഗെയിംസിൽ സ്കോർ ചെയ്തിട്ടില്ല. പിന്നെ എസ്യൂസിൻ്റെ ഇതിനകത്ത് നിന്ന് ഗോൾ വരുന്നില്ല. പിന്നെ ആരൊക്കെയാണ്, പിന്നെ മാർട്ടിനെല്ലി ഗെയിം കളിച്ചില്ല. അപ്പം ഫ്രണ്ടിൽ മെദുവക്കെ ആണെങ്കിലും ബുക്കായോ സാക്ക, ഇവരുടെ ആരുടെയും കയ്യിൽ നിന്നും ഗോൾ വരുന്നില്ല. ഇവർ ആകെ ആശ്രയിക്കുന്ന പറഞ്ഞാൽ സെറ്റ് പീസ് കൊണ്ടാണ്. അപ്പോൾ സെറ്റ് പീസ് കൊണ്ട് ഒരു പ്രീമിയർ ലീഗ് ടൂർണമെൻറ്റ് ജയിക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കി കാണേണ്ട. അപ്പോൾ അവർ അത് മാത്രം ആശ്രയിച്ചാണ് മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആർസനൽ ഇസ് ഗോയിങ് ടു സ്ട്രഗിൾ. അങ്ങോട്ടേക്ക് എന്താ പറയുക, നമുക്കറിയാം ആർസനലിൻ്റെ പ്രഷർ വന്നു കഴിഞ്ഞിരുന്നാൽ അവർ ഫംബിൾ ചെയ്യുന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് കഴിഞ്ഞ സീസണുകളിലൊക്കെ. കുറച്ച് സീസണായിട്ട് ലൈക്ക് ഹിസ്റ്ററി പ്രൂവ്സ് ദാറ്റ് അവർ ഇടയ്ക്കൊരു പ്രഷർ അടിച്ചു കഴിഞ്ഞിരുന്നാൽ കലം ഇട്ടുടയ്ക്കുന്ന അവസ്ഥയാണ് അവർക്ക് കാണുന്നത്. സോ ആ ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ലെറ്റ്സ് നോട്ട് ടോക്ക് അബൌട്ട് ആർസനൽ മച്ച്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഇതാണ് നമ്മൾ കാണേണ്ടത്.
ആൻഡ് കാരിക്കിൻ്റെ തന്ത്രങ്ങൾ നല്ല രീതിയിൽ തന്നെ അത് ബലമണിഞ്ഞു. കാരണം ഒരിടയ്ക്ക് ആർട്ടറ്റ ഒരു 4 സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒറ്റയടിക്കും ഇറക്കി. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അതൊരിക്കൽ ടീമിൻ്റെ ഒരു ബാലൻസ് നഷ്ടപ്പെടും. കാരണം പുതിയൊരു സെറ്റ് ഓഫ് പ്ലെയേഴ്സ് വരുന്നത്. അപ്പം കളിച്ചുകൊണ്ടിരിക്കുന്ന ടീമും പുതിയ ഈ 4 പേരുമായിട്ടുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂഷൻസ് അങ്ങനെയാണ് കൊണ്ടുവരുന്നത്. ഒറ്റയടിക്ക് വന്നു കഴിഞ്ഞാൽ അത് വർക്കൗട്ട് ആവണമെന്നില്ല. പക്ഷേ കാരിക്ക് ചെയ്യുന്ന പറഞ്ഞാൽ കറക്റ്റായിട്ട് എംബൂമോനെ വലിച്ചിട്ട് മത്യാസ് കുനിയനെ കൊണ്ടുവന്നു. ആൻഡ് കുനിയ സെക്കൻഡ് ഹാഫിൽ ഈ ഒരു സമയം സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വന്നതിന് ശേഷം ഹി കൺട്രോൾഡ് ഇറ്റ്. ആ പൊസിഷൻ കീപ്പ് ചെയ്യുന്നതിലും വൈഡ് യൂസ് ചെയ്യുന്നതിലും വിങ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഫൗള് വാങ്ങുന്നതിലും ഒക്കെ മത്യാസ് കുനിയ നല്ല രീതിയിൽ കളിച്ചു. അപ്പം ഒത്തിരി സമയം നമുക്ക് അതിൻ്റെ അകത്ത് എന്താ പറയുക യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി. കാരണം ഇതിനൊക്കെ ഫൗള് ബോൾ കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നു, ഫൗള് വാങ്ങിച്ചു കഴിയുമ്പോൾ വി ഗെറ്റ് ടൈം. അപ്പോൾ ലാസ്റ്റത്തുള്ള കുറച്ച് സമയത്തിൽ എന്താ പറയുക മത്യാസ് കുനിയ കത്തിക്കളിച്ചു. ഹി കെപ്റ്റ് ഓൺ ദ ബോൾ, ഹി ഗോട്ട് ദ ഫൗൾസ്. അപ്പം അങ്ങനെയൊക്കെ നല്ല രീതിയിൽ. ഇപ്പം കാരിക്കിൻ്റെ മറ്റൊരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഇതിനകത്ത് വരുത്തിയിട്ടുള്ള ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പം ഡോർഗുനെയൊക്കെ പിൻവലിച്ച് കഴിഞ്ഞിട്ട് ഹി കുഡ് ഹാവ് ഈസിലി ഗോട്ടൻ വൺ മോർ ഡിഫൻഡറിനെ കൊണ്ടുവന്ന് ആ ഒരു സ്പേസ് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. പക്ഷേ അതിന് പകരം എന്തോ ചെയ്യുന്ന പറഞ്ഞാൽ ഹി ബ്രോട്ട് ഇൻ ഫോർവേഡ് സെസ്കോനെ ആ സമയത്ത് ടീമിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പം എന്താ പറയുക നമ്മൾ ഡിഫൻസ് ഉണ്ട്, പക്ഷേ എന്നിരുന്നാലും നമ്മൾ ബാക്കായിട്ട് പിന്നീടുള്ള കളി ഡിഫെൻഡ് ചെയ്ത് തീർക്കാൻ ശ്രമിച്ചിട്ടില്ല. വി വേർ ദെയർ ഓൺ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ പ്ലെയേഴ്സിന് ഇറക്കിക്കൊണ്ടിരുന്നു. അപ്പം അതിന് പ്രത്യേകം ഒരു അപ്രിസിയേഷൻ കാരിക്കിന് കൊടുക്കണം. ബിക്കോസ് ഡിഫൻസ് മാത്രം നമ്മളെ വിജയിപ്പിക്കുന്നില്ല, വി നീഡ് ടു അറ്റാക്ക് അറ്റ് ദ സെയിം ടൈം. അപ്പോൾ അത് തന്നെയാണ് കാരിക്ക് ഇവിടെ കാഴ്ചവെച്ചത്. സോ സബ്സ്റ്റിറ്റ്യൂഷൻസിൽ നല്ല സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ് കാരിക്ക് കൊണ്ടുവന്നത്. ആൻഡ് ദെൻ എന്താ പറയുക വി വൺ ദറ്റ് ഗെയിം. അത് ഇനി അങ്ങോട്ടേക്ക് ഈ 2 കളികളും ഒരു മാനേജറിന് ഇൻട്രീം കോച്ചായിട്ട് വരുന്ന മാനേജറിന് കിട്ടാവുന്നതിൽ ഏറ്റവും വേഴ്സ്റ്റ് ടീംസ് അല്ലെങ്കിൽ ഏറ്റവും ദുർഘടം പിടിച്ചിട്ടുള്ള 2 ടീംസാണ് സിറ്റിയും ആർസണലും. യൂറോപ്പിലെ തന്നെ അല്ലെങ്കിൽ വേൾഡിലെ തന്നെ 2 ബെസ്റ്റ് ടീംസ്. പെപ്പ് ഓൾറെഡി പറഞ്ഞു ആർസണൽ ഇസ് ദ ബെസ്റ്റ് ടീം ഇൻ യൂറോപ്പ്, ഇൻ വേൾഡ് ഓൾസോ. അതേ കണക്ക് തന്നെയാണ് പെപ്പിൻ്റെ സിറ്റിയും. ഈ 2 ടീമിനെയാണ് കാരിക്കിന് ഫസ്റ്റ് 2 ഗെയിമിൽ കിട്ടുന്നത്. ഈ 2 ഗെയിമും കത്തിച്ച് നശിപ്പിച്ച് വിട്ടിട്ടുണ്ട്. സോ ഒരു മാനേജർക്ക് ഇതിൽ കൂടുതൽ എന്താണ് കിട്ടാനുള്ളത്? ടീം പ്ലെയേഴ്സിനെ അവരുടെ നാച്ചുറൽ പൊസിഷനിൽ കളിപ്പിച്ച് അവർക്ക് ഫ്രീഡം കൊടുത്ത് അവർക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള അവസരം കൊടുത്തു കഴിഞ്ഞിരുന്നപ്പോൾ പ്ലെയേഴ്സ് അതിനുള്ള ഒരു റിസൾട്ട് മാനേജറിന് കൊടുത്തു. മാനേജറിലുള്ള കോൺഫിഡൻസ്, മാനേജറിന് പ്ലെയേഴ്സിലുള്ള കോൺഫിഡൻസ്, ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നൽകിയപ്പോൾ ഇതാണ് നമുക്കുള്ള റിസൾട്ട് കിട്ടിയത്. സോ ഐ തിങ്ക് ഇത് ഒരു ഊർജ്ജമാണ് നമുക്ക് ടോപ്പ് 4 കിട്ടാനായിട്ട്. ടോപ്പ് 4 ആണ് നമ്മുടെ പ്രതീക്ഷ. ഇപ്പോൾ ടോപ്പ് 4 ഓൾറെഡി ഉണ്ട്. ഇവിടെ നിന്നും ഇനി അങ്ങോട്ടേക്കുള്ള ഗെയിംസ് എല്ലാം നമ്മൾ വിജയത്തിലേക്ക് എത്തി. പിന്നെ എന്താ പറയുക ഒരു ടോപ്പ് 3യിലേക്ക് എത്തിപ്പെടുവാണെങ്കിൽ ദാറ്റ് വിൽ ബി എ പൊൻതൂവൽ ഫോർ കാരിക്ക്. കിരീടത്തിലുള്ളൊരു പൊൻതൂവൽ തന്നെയായിരിക്കും കാരിക്കിന് ഈ ഒരു പൊസിഷനിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചു കഴിഞ്ഞാൽ, 3rd പൊസിഷൻ. സോ അതായിരിക്കണം നമ്മുടെ എയിം. ചാമ്പ്യൻസ് ലീഗ് ഉറപ്പായിട്ടും കിട്ടുക. ബട്ട് ദെൻ ഒരു പൊസിഷൻസ് ബെറ്റർ ചെയ്ത് മുകളിലോട്ട് മേ ബി ഒരു 2nd പൊസിഷനിലേക്കൊക്കെ എത്തിപ്പെടാനായിട്ട് പറ്റുവാണെങ്കിൽ ദാറ്റ് വിൽ ബി എ മിറക്കിൾ. സോ ഈ ടീമിൽ നല്ല പ്രതീക്ഷയുണ്ട്. ഇത് എന്താ പറയുക വെറുതെ പറയുന്നതല്ല, പ്ലേയേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ അതിൽ നിന്ന് തോന്നുന്നതാണ്. അല്ല നമുക്ക് ഇതിന് മുമ്പ് ഒക്കെ കളികൾ ജയിച്ചുകൊണ്ടിരുന്ന സമയത്താണെങ്കിൽ പോലും നമുക്കൊരു ആത്മവിശ്വാസമില്ല നമ്മുടെ ടീമിൽ. കാരണം നമുക്കറിയാം ഈ ഒരു കളി ജയിച്ചു കഴിഞ്ഞാൽ അടുത്ത കളി എന്താകും എന്നുള്ളത് പലപ്പോഴും നമ്മൾ നേരത്തെ ചിന്തിച്ച് വെക്കുന്ന കാര്യങ്ങളാണ്. സമനിലയോ തോൽവിയൊക്കെ ആയിരിക്കും, ഇടയ്ക്കൊരു വിജയം വരും. പക്ഷേ ഈ ഒരു ടീമിൽ പ്ലെയേഴ്സ് അത്രയധികം ആത്മവിശ്വാസത്തോട് കളിക്കുമ്പോൾ നമുക്ക് ഫാൻസിന് തന്നെ അത് എന്തുമാത്രം ഊർജ്ജം നൽകുന്നുണ്ട്. ഒരു വീക്കെൻഡ് ഇവിടെ നിന്ന് ഈ ഒരു വിജയത്തിൽ നിന്ന് കിട്ടുമ്പോൾ നമുക്ക് ആ ഒരു വീക്ക് ഫുള്ള് ഹാപ്പിനെസ് ആണ്. നമ്മളൊരു കളി തോറ്റു കഴിയുമ്പോൾ നമുക്ക് അറിയാം നമ്മൾ അടുത്ത ഒരാഴ്ചത്തേക്ക് വേണ്ടി കാത്തിരിക്കണം. അപ്പോൾ ആ ഒരു വീക്ക് മൊത്തത്തിൽ ഒരു ശോകം എന്നുള്ള ലെവലിലേക്കാണ്. പക്ഷേ ഇതല്ല, ഇത് ഒരു ജയം നമ്മളെ ഫാൻസിനെ തന്നെ എന്തുമാത്രം ഉണർത്തുന്നു എന്നുള്ളതൊക്കെ നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. സോ ഈ ഗെയിം ഡെഫിനറ്റ്ലി വിൽ ബൂസ്റ്റ് ആ കോൺഫിഡൻസ്. ഇനി അങ്ങോട്ടേക്കുള്ള ഫിക്സ്ചേഴ്സ് കുറേയൊക്കെ നമുക്ക് വിജയിക്കാൻ പറ്റുന്ന ഫിക്സ്ചേഴ്സാണ്. പക്ഷേ ഇത് നമ്മൾ മുമ്പ് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞിരുന്നാൽ കഴിഞ്ഞ സീസണിലോ അല്ലെങ്കിൽ ഈ സീസണിൻ്റെ ആദ്യമൊക്കെ നോക്കിക്കഴിഞ്ഞിരുന്നാൽ നമുക്കറിയാം ടോപ്പ് ടീംസുമായിട്ട് നല്ലോണം കളിക്കും.
അത് കഴിഞ്ഞിട്ടുള്ള ലോവർ ടീംസുമായിട്ട് മോശമായിട്ടുള്ള കളിയാണ്. അപ്പോൾ അതിൽ എന്തെങ്കിലും മാറ്റം വരുമോ എന്നുള്ളത് നമുക്ക് ഈ വരുന്ന അങ്ങോട്ടേക്കുള്ള ഗെയിംസിൽ കാണേണ്ടതാണ്. സോ പ്ലെയേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ്, ജയിക്കാനായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് അതിപ്പോഴും നിലനിൽക്കുന്നുണ്ടോ, അതോ പഴയ രീതിയിൽ പോലെ തിരിച്ചു പോകുമോ ലോവർ ടീംസിൻ്റെ അടുത്തുള്ള കളിയിൽ എന്നുള്ളത് നമുക്ക് നോക്കിക്കാണേണ്ടതാണ്. സോ എനിവേ, സോ ഹാപ്പി വിത്ത് ദ ടീംസ് പെർഫോമൻസ്. മെയിൻലി അതാണ്, പെർഫോമൻസ് ആണ്. ജയത്തിൽ നിന്നും കിട്ടുന്ന ഹാപ്പിനെസ് അല്ല ഇതെന്ന് പറഞ്ഞാൽ, പെർഫോമൻസ് വൈസ് കിട്ടിയ ഹാപ്പിനെസ്, അതാണ് എടുത്ത് പറയേണ്ടത്. ആർസനലിൻ്റെ ഫസ്റ്റ് ഗെയിമിൽ നമ്മൾ സീസൺ ഓപ്പണറിൽ അവരുമായിട്ട് കട്ടക്കി പിടിച്ചു നിന്നിട്ടാണ് നമ്മൾ ആ ഒരു തോൽവി വഴങ്ങിയത്. പക്ഷേ അതിൽ നിന്ന് മറുപടി കൊടുത്തുകൊണ്ട് ഈ വിജയം നമുക്ക് ഒത്തിരി അധികം ആത്മവിശ്വാസം സമ്മാനിക്കുന്നുണ്ട്. സോ എനിവേസ്, ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്, ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ കമ്മിങ് ഗെയിംസ്. ആൻഡ് എന്താ പറയുക, ഈ ഒരു ഊർജ്ജം അതിനെ ഫ്യൂൽ ചെയ്യട്ടെ, ഇത് നല്ല രീതിയിൽ പമ്പ് ചെയ്തിട്ട് നമ്മുടെ ടീമിന് ആത്മവിശ്വാസം കൂട്ടട്ടെ എന്ന് വേണം നമുക്ക് ആഗ്രഹിക്കാൻ. ഓക്കെ, സോ നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുന്ന നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഐ റിക്വസ്റ്റ് യു ടു കൈൻഡ്ലി സബ്സ്ക്രൈബ് ടു ദ ചാനൽ. പിന്നെ നമ്മുടെ ഈ ഒരു വിജയത്തിന് വേണ്ടിയിട്ട് ഒരു ലൈക്കും കൂടെ നമ്മുടെ ഈ വീഡിയോയ്ക്ക് തരണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ. ബൈ.